ഒരാഴ്ച മുൻപാണ് അഞ്ചൽ പുഞ്ചക്കോണത്ത് വീടുകളിൽ ആക്രി സാധനങ്ങൾ എടുക്കാനായി മഹേഷ് എത്തിയത്. സുഭദ്രയുടെ വീട്ടിലെത്തിയപ്പോൾ സുഭദ്രയും മകളും ചേർന്ന് വീട്ടിലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മഹേഷിന് കൈമാറി. ഇതിനൊപ്പം ഒരു പഴയ കുക്കറും ഉണ്ടായിരുന്നു. ആക്രി സാധനങ്ങളുമായി നിലമേലിലെ താമസ സ്ഥലത്തേക്ക് പോയ മഹേഷ് 2 ദിവസം കഴിഞ്ഞ് ആക്രി വസ്തുക്കൾ വേർതിരിക്കുമ്പോഴാണ് കുക്കറിനുള്ളിലെ സ്വർണ്ണാഭരണം കണ്ടത്. ആരുടെ പൊന്നാണെന്നറിയാതെ വിഷമിച്ച് അന്വേഷണം തുടങ്ങി. അങ്ങനെ പുഞ്ചക്കോണം വാർഡ് മെമ്പർ ഷൈനിയുടെ മൊബൈൽ ഫോൺ നമ്പർ കണ്ടെത്തി വിവരം പറഞ്ഞു. എവിടെ മേടിച്ച് നമുക്ക് അറിയാതെ കൊണ്ട് നമ്മൾ ഇവിടുത്തെ ഉള്ള നമ്പർ ചേച്ചിയെ വിളിച്ച് അവിടെ കൊടുത്താൽ ഈ പോകുന്ന പാകത്തിന് ഏത് വീട്ടിലെ സാധനം മേടിച്ചോ അന്തந்த വീട്ടിലെ ചേച്ചിയും കൂടെ പോയി സാധനം കൊടുക്കണം വിചാരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചിയുടെ ഒപ്പിടിച്ച് നമ്പർ ചേച്ചിയുടെ. പഞ്ചായത്ത് അംഗമായ ഷൈനിയുടെ വീട്ടിലെത്തി സുഭദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മഹേഷ് സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. ഒരു സെറ്റ് കമ്മലും ഒരു മാലയും ഉൾപ്പെടെ 1.5 പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. 23 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലെ ആക്രി ഉണ്ടെങ്കിൽ വരികയും എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയും വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. മഹേഷിന് ആക്രിയായി കൊടുത്ത കുക്കറിലാണ് സ്വർണ്ണാഭരണം സൂക്ഷിച്ചതെന്ന് സുഭദ്രയും ഓർത്തില്ല. സ്വർണ്ണാഭരണം കാണാനില്ലെന്ന് കാട്ടി സുഭദ്ര പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അലമാരി ഇരുന്ന സാധനമായിരുന്നു, ഞാനതെടുത്ത് വള്ളന്മാരെ പിടിച്ചെടുത്ത് വെച്ചതായിരുന്നു. മഹേഷിന്റെ സത്യസന്ധതയ്ക്ക് സുഭദ്ര നന്ദി പറയുന്നതിനോടൊപ്പം നാടും പങ്കുചേരുന്നു. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, കൊല്ലം.